ഹലോ, കുറേ ആയില്ലേ നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. ഇന്നൊരു ലോങ് വീഡിയോ ആണേ. ഞാൻ ഏട്ടനും കൂടെ ഇന്നൊരു ട്രിപ്പ് പോവാണ്. ഇന്നെന്ന് പറയുമ്പോൾ ഇത് ഇപ്പോഴത്തൊന്നല്ല കേട്ടോ, കുറേ മുന്നത്തെയാണേ. എന്നാൽ പിന്നെ ഇതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഞാനും ഏട്ടന് തനിച്ചല്ല കേട്ടോ, ചേച്ചി ഹസ്ബൻഡും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ, ചേച്ചിയുടെ വീട്ടിലേക്ക്. അവരെ വീട് വരുന്നത് പെരിന്തൽമണ്ണ മേലാറ്റൂരാണ്. ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോയത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ചേച്ചി ഏട്ടനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ അവിടെ നിന്ന് തന്നെ. അങ്ങനെ പിന്നെ ഞങ്ങൾ പോകാനുള്ള ഒരുക്കങ്ങളിലായി. കുറച്ചിട് കഴിഞ്ഞ് പോന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ഏട്ടന് ഇത്രയും ലോങ് വണ്ടി ഓടിക്കേണ്ടതല്ല, അതുകൊണ്ട് തന്നെ ഉറക്കൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓരോ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നു. കൂടുതലായിട്ട് ഒന്നും കഴിക്കുകയൊന്നും ചെയ്തില്ല, ഓരോ ചായയും കടി മാത്രമാണ് കേട്ടോ കഴിച്ചത്. എന്നിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് ചെയ്തത്. ഏട്ടന് ഊട്ടിയിലേക്ക് പോണതേ കല്യാണം കഴിഞ്ഞിട്ട് ഇത് 3ാമത്തെ പ്രാവശ്യമൊക്കെയാണ് കേട്ടോ. എത്ര പോയാലും മടുക്കാത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ഊട്ടിയാണ്. ഞങ്ങൾ എവിടെയൊക്കെ പ്ലാൻ ഇട്ടാലും ലാസ്റ്റ് ചെന്നെത്തുക ഊട്ടിയിലേക്ക്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല ഇഷ്ടമാണ് അങ്ങോട്ട് പോണത്. അതുകൊണ്ട് തന്നെ ഊട്ടിയിലേക്ക് പോണ വഴികളൊക്കെ ഞങ്ങൾക്ക് കാണാപ്പാടാണ്. നല്ല രസമാണ് കേട്ടോ അങ്ങോട്ട് പോണ വഴികളൊക്കെ കാണാനാണ്. പിന്നെ കൂട്ടത്തിൽ ചേച്ചി ഏട്ടനുള്ള കാരണം നല്ല വൈബായി. കുറേ നേരം സംസാരിക്കാനാണെങ്കിലും പാട്ട് പാടിയിട്ടാണെങ്കിലും ഞങ്ങൾ അങ്ങനെ യാത്ര തുടരുമായിരുന്നു കേട്ടോ. ക്ലൈമറ്റ് മാറി തുടങ്ങി. നല്ല രസം. ഞാൻ പോസ്റ്റ് ചെയ്യൂട്ടോ. ചേട്ടാ ഇരുട്ടാവാൻ തുടങ്ങിയില്ലേ എവിടെയൊക്കെ? പെട്ടെന്ന് നല്ല വെയിലുണ്ടായിരുന്നല്ലേ. തമിഴ്നാട്ടിൽ കൂടെ പോയിട്ട് തമിഴ്നാട് പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഇതുവരെ വന്ന പോലത്തെ വരെ വല്ലപ്പോ നമ്മള് പോകണം. അങ്ങനെ തമിഴ്നാട് ഏരിയയിലേക്കൊക്കെ കടന്നിരുന്നു കേട്ടോ. നമ്മുടെ ഊട്ടിയുടെ ഒക്കെ ഒരു ക്ലൈമറ്റൊക്കെ ആയി തുടങ്ങിയിരുന്നു. കാരണം ചുറ്റും തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ കൂടുതലും ഇവിടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അതൊക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്യുമെന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മളെ ട്രിപ്പിന് എന്തെങ്കിലും പ്ലാനിങ്ങിന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുമോ എന്നൊക്കെ തോന്നിയിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ തോന്നലുണ്ടായിരുന്നു. പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ലെവലിലാണ് ഞങ്ങളീ പോണത്. അങ്ങനെ മുതുമല എത്തിട്ടോ. ഇനി അവിടുന്ന് അങ്ങോട്ട് നല്ല കാടാണേ, കൂട്ടും കാട്ടുകൂടെയാണ് കേട്ടോ നമ്മൾ പോണത്. കുറേ മൃഗങ്ങളെയും പക്ഷികളെയും അങ്ങനെ
ഒരുപാട് കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പതിയാണ് പോകണത്. ഇവിടെ പാർക്ക് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. നമുക്ക് വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ കാണാവുന്നതേ കാണാൻ പറ്റുള്ളൂ. അല്ല നമുക്ക് അവരെ കാണാൻ വേണ്ടി വണ്ടി നിർത്തിയിട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല. എന്നാലും പോണ വഴിക്ക് ഞങ്ങൾ കുറേ എണ്ണത്തിനെ കണ്ടു കേട്ടോ. എന്തായാലും ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ പോയാലേ തന്നെ നമുക്ക് ആ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. സൂപ്പറായിരുന്നു കേട്ടോ ആ കാട്ടിൽ കൂടെയുള്ള യാത്ര എന്ന് പറയണത്. ഞങ്ങൾ അന്നും ഈ ഒരു മുന്നേ ഊട്ടിയിലേക്ക് വന്നത് ഈ വഴി തന്നെ ആയിരുന്നു. ഇതൊക്കെ ഇതിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ സ്കൂളാണ് തോന്നുന്നത്. കുട്ടികൾ ഇവിടെ മറ്റേ ഇതുള്ളത് വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നുള്ള ആ ബസ്സിൽ അതേപോലത്തെ ബസ്സിൽ നമ്മള് ഇത് കൊടുങ്കാടാണെങ്കിലും ഇവിടെ ഒരുപാട് വീടുകളാണെങ്കിലും സ്കൂള് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയുള്ള ആൾക്കാരെ ഞാൻ ഒരുപാട് സമ്മതിക്കുന്നത്. കാരണം നമ്മൾ ഇത്രയും കൊടുങ്കാട്ടിലൊക്കെ അവർ താമസിക്കുക എന്ന് പറയുന്നത് അത്ര ധൈര്യമുള്ള ആൾക്കാരായിരിക്കണം. പിന്നെ നമ്മൾക്ക് ആദ്യം വണ്ടിയിൽ പോകുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. പിന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ കാര്യം പറയാനുണ്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ വഴി വന്നത് എന്തോ കാര്യമായിട്ടോ. കാരണം ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റി. മാന്, ആനേനെ, അങ്ങനെ ഒരുപാട് കാട്ടാനൊക്കെ കാണാൻ പറ്റിയിട്ടോ. നല്ല രസമായിരുന്നു. അങ്ങനെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഊട്ടിയിലേക്കാണെന്ന്. പിന്നെ അതുമല്ല ഈ പോക്കിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. ഞങ്ങൾ മസനഗുഡി വഴി ഊട്ടിയിലേക്കാണ് കേട്ടോ പോണത്. ഈ റൂട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോണത്. അതുകൊണ്ട് തന്നെ ഈ വഴികളൊക്കെ എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ നല്ലൊരു പ്രതീക്ഷയിലാണ് പോണത്. പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് കേട്ടോ ഈ റൂട്ടിലൂടെ ഊട്ടിയിലേക്ക് പോണത്. പക്ഷേ വിചാരിച്ച പോലെ ഒരു പച്ചപ്പ് പിടിച്ചൊരു അന്തരീക്ഷം ആയിരുന്നില്ല. ആകെ ഒരു എന്താ പറയുക, കാട് കത്തിച്ചതാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. രണ്ട് സൈഡും ആകെ കരിഞ്ഞ പോലെ ആയിരുന്നു. അതായത് നമ്മളെ ഇലകളൊക്കെ കരിഞ്ഞ് നിൽക്കുകയായിരുന്നു. പച്ചപ്പൊന്നും അധികം പറയാനുള്ള ഉണ്ടായിട്ടില്ല. കാടൊക്കെ എത്രയോ അകലമായിട്ടാണ് തോന്നിയത്. നമ്മൾ റോഡിന് രണ്ട് സൈഡാണെങ്കിലും പൊന്തയും കാടൊക്കെ വെട്ടിയിരുന്നു. അങ്ങനെ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ തന്നെ നല്ല മഴ പെയ്തു. അതുകൊണ്ട് തന്നെ രണ്ട് സൈഡും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നമ്മൾ ഈ റൂട്ടിന് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ കൂടുതൽ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല, മഴ ആവുക കാരണം. അത് ഭയങ്കര സങ്കടമായിട്ടോ. കുഴപ്പമില്ല, എന്നാലും ഞങ്ങൾ അങ്ങനെ പോയി. പിന്നെ കുറച്ചൊക്കെ ഇങ്ങോട്ട് പോന്നപ്പോൾ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ. ഫസ്റ്റ് ടൈം ഒന്നും കാണാനുള്ളതൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് നല്ല കോടൊക്കെ ആയപ്പോൾ നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. വേദന ഉണ്ടായിരുന്നു. തണുപ്പ് വരാൻ തുടങ്ങുന്നുണ്ട്. ഇവിടെ ഇരുന്നിട്ട് നമ്മള് കഴിച്ചത്. ഇവിടെ 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 ഇരുന്നിട്ട് അങ്ങനെ ഞങ്ങള് ഊട്ടിയിലെത്തി. നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഊട്ടിയിലേക്ക് എത്തിയിട്ടുണ്ടേ. ഊട്ടി പിന്നെ നമുക്ക് എത്ര വർണ്ണിച്ചാലും മതി വരാത്തൊരു പ്ലേസാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് ഊട്ടി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് അവിടുത്തെ വീടുകൾ പല കളറിലുള്ള വീടുകളാണ്. അത് നല്ല ഹൈറ്റ് ഒന്നും ഇല്ലാതെ, അതായത് ഒരു വീടിന് മേലെ ഒരു വീടായിട്ട് അങ്ങനെ നല്ല രസമാണ് കേട്ടോ അവിടുത്തെ വീടുകളൊക്കെ കാണാൻ തന്നെ. പിന്നെ അതേപോലെ തന്നെ പ്രത്യേകിച്ച് അവിടുത്തെ ചായ എന്നൊക്കെ പറയുന്ന ചായ കുടിക്കുന്ന ടൈമൊക്കെ അതെന്തോ എനിക്ക് അവിടുത്തെ ഊട്ടിയിലത്തെ ചായയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലേക്ക് എത്തിയത് രാത്രിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം റൂമൊക്കെ എടുത്തു. കാരണം നമ്മളൊന്ന് പോയിട്ട് സെറ്റ് ആവാൻ വേണ്ടി. ഞങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ തന്നെ പല ഏജന്റുമാരും വന്നിട്ട് റൂം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ കൂടിയിരുന്നു കേട്ടോ. 2-3 റൂം ഞങ്ങൾ ആദ്യമൊക്കെ നോക്കി, പക്ഷെ ഒന്നും സെറ്റായില്ല. ലാസ്റ്റ് ഞങ്ങൾക്ക് 2 ഫാമിലിക്കായിട്ട് ഒരു റൂം സെറ്റായിട്ട് 2 റൂമായിട്ടാണ് ഞങ്ങൾ എടുത്തത്. കിട്ടിയ റൂം എന്തായാലും സൂപ്പർ റൂമായിരുന്നു കേട്ടോ. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. മേലെ ഞങ്ങൾ ഏറ്റവും മുകളിലത്തെ നിലയിലായിരുന്നു കേട്ടോ. ഞങ്ങൾ 2 ഫാമിലി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല റൂമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൂമിൽ കുറച്ച് നേരം ഫ്രഷ് ആയിട്ട് ഞങ്ങൾ വീണ്ടും പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടാണ്.
അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കൽ കഴിഞ്ഞിട്ട് കുറച്ച് നേരം റൂമിൽ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. സത്യം പറയുകയാണെങ്കിൽ രാത്രിയിൽ നമ്മൾ ഊട്ടിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണം, പുറത്തേക്ക് ഇറങ്ങണം. കാരണം നമ്മൾ ആ തണുപ്പും അതേപോലെ തന്നെ അവിടുത്തെ ആ ക്ലൈമറ്റും അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. നമ്മൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കുക എന്നുള്ളതൊക്കെ എന്തായാലും ഇപ്രാവശ്യത്തെ പോക്കും ഞങ്ങളത് ഒരുപാട് എൻജോയ് ചെയ്തു. എന്തായാലും ശരി, ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഊട്ടിയിൽ രാത്രി ഇപ്പോൾ സമയം എന്താ ചേട്ടാ? നല്ല തണുപ്പുണ്ട്. ഫുഡ് കഴിച്ചിട്ട് നടക്കുകയാണ്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് സംസാരിക്കാനൊന്നും വൈകിട്ടോ. വേണ്ട, നല്ല തണുപ്പാണ് കേട്ടോ. നമ്മുടെ നാട്ടിലിങ്ങനെ ചുട്ട് പൊള്ളി നിൽക്കണേക്കാളും നല്ല നിൽക്കുന്നത് പോകുന്നത് ഊട്ടിക്ക് വെട്ടി കിടക്കെടുത്ത് ഇവിടെ ഒരു 10 ദിവസം നിൽക്കുക, തണുപ്പ് കൊള്ളുക, ഇവിടെ നല്ല തിന്നാൻ കുടിക്കണമെങ്കിൽ തിന്നാൻ കിടന്നുറങ്ങുക. ഊട്ടിയുടെ ഇരുണ്ട